Good afternoon, sir. Yes, Ashmi, good afternoon. Nancy, good afternoon. Good afternoon, sir. Krishnapriya, good afternoon. Nadia, good afternoon. Good afternoon, sir. Okay, Ankita, okay, Aji, good afternoon. Good afternoon, sir. Okay, Sia, okay, Soumya, good afternoon. Okay, let us start. Okay, Krishnapriya, let us start. Okay, Adira, let us start. Who is doing prayer? Yes. Thought of the day? Yes. Signing on? Sir. Good afternoon, sir. Good afternoon, friends. I am Adira. Welcome everyone today class. We have a job, sir, to make today class beautiful and informative. When the teacher tells us according to our ability, try to understand according to our ability. Let's meet with the teacher. Move forward with the goal of becoming a teacher tomorrow. Welcome everyone to today class once again. Thank you, sir. Okay. Very good, Adira. Yes. Okay, let us start. നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മള് നൗണിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു. ആ പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ പ്രോനൗൺ, പിന്നെ ലാസ്റ്റ് നമ്മൾ റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റിഫ്ലക്സീവ് പ്രോനൗൺ വരെയില്ലേ സീന ജോസെ നമ്മൾ പറഞ്ഞത്? റിഫ്ലക്സീവ് പ്രോനൗൺ. യെസ്, അങ്ങനെയല്ലേ? റിഫ്ലക്സീവ് പ്രോനൗൺ അല്ലേ നമ്മൾ പറഞ്ഞത്? Sir, I didn't attend the last week class. Okay. Very good. Yes. അപ്പൊ സുജിത, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, അപ്പൊ നമുക്ക് പറയാം റിഫ്ലക്സീവ് പ്രോനൗൺ വരെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച്. റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ റിലേഷൻ എന്ന് പറയുന്ന വേർഡ് നമുക്കറിയാം രണ്ട് കണക്ഷൻ കാണിക്കുന്നതാണ്. കണക്ഷൻ കാണിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പ് എന്ന് പറയും. ബന്ധം കാണിക്കാൻ വേണ്ടി റിലേഷൻ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ്. പരസ്പര ബന്ധം കാണിക്കുന്ന ആ രണ്ട് സംഗതികളെ നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുകൾ. യെസ്. അപ്പോ കുറച്ച് പേർക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, സൗമ്യ രതീഷ്,
Sir. Okay, Soumya, how are you, Soumya? Fine. മഴയൊക്കെ ഉണ്ടോ? Is it rain? Or... നല്ല മഴയാ. Very good, very good. Where are you from? ഇടുക്കി. ഇടുക്കി. Oh yes, ഹൈ റേഞ്ചിലാണ്. ഓക്കെ ഓക്കെ സൗമ്യ. അപ്പൊ സൗമ്യ, ഞാൻ പറയുന്നത് ഇതാണ്. ഇന്നലെ ഇവിടെ വന്ന മനുഷ്യൻ ഇതാണ്. ഞാൻ മലയാളം ഭാഷ കൂടി പറഞ്ഞത്. ഇന്നലെ ഇവിടെ വന്ന മനുഷ്യൻ ഇതാണ്. അപ്പൊ ഇന്നൊരാൾ വന്നു. ഇന്നൊരാൾ വന്നപ്പോ നമ്മൾ അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് വേറെ ആളോ പറയുന്നത് ഇന്നലെ ഇവിടെ നിന്ന് വന്നൊരാളില്ലേ, അയാൾ ഇയാളില്ലേ. യെസ്, ഇംഗ്ലീഷ് പറഞ്ഞു നോക്കി. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇന്നലെ ഇവിടെ വന്ന മനുഷ്യൻ ഇയാളാണ്. യെസ്റ്റർഡേ കറക്റ്റ്. പോന്നോട്ടെ. എ മാൻ, ഒരു മനുഷ്യൻ വന്നു എന്ന് പറയാൻ കെയും. ഓക്കെ. സൗമ്യ തെറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാനല്ലേ ഇപ്പുറത്തിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളെ വഴക്ക് പറയുകയോ കളിയാക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടില്ല? യെസ്റ്റർഡേ ഹി ഇല്ല. ഓക്കെ, ആതിര പറയുന്നു ഓക്കെയാണ്. അൻകിത പറയുന്നു യെസ്റ്റർഡേ ഹി കെയിം ഹിയർ. ഓക്കെ അൻകിത. ഓക്കെ. അനീഷ പറയുന്നു ദിസ് ഈസ് ദ മാൻ ഹു കെയിം യെസ്റ്റർഡേ. അനീഷ പറയുന്നു. He came yesterday, Sujita. This is the man who came here yesterday, Rashmi. Okay, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഓക്കെ സൗമ്യ, ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ടേക്ക് ദ ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടുപേര് എഴുതിയതിൽ ശരിയുണ്ടായിരുന്നു. ഓക്കെ, അതെ, മൂന്നാമത്തെ ഒരാള് ആൻസി. ഓക്കെ, ഓക്കെ. നമുക്ക് സാധാരണഗതിയിൽ ഹൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഓക്കെ കൃഷ്ണപ്രിയ, ഹൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇത് കുറച്ചു പേർക്ക് അറിയാമെങ്കിൽ മനസ്സിലായി. ഹൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ആര് എന്നാണ്. നമുക്ക് ചോദിക്കല്ലോ, ഹൂ ആർ യു, നീ ആരാകുന്നു. ഹൂ ഇസ് ദാറ്റ് മാൻ, ഏതാണ് ആ മനുഷ്യൻ, ആരാണ് ആ മനുഷ്യൻ, അല്ലേ? അപ്പൊ ഹൂ എന്ന് പറയുമ്പോൾ ആരെന്നാണ്. പക്ഷെ ഇംഗ്ലീഷും മലയാളമൊക്കെ ഞാൻ പറയണേ, ഈ ആര് എന്നുള്ളത് കൂടാതെ ആയ എന്നൊരു അർത്ഥം കൂടി ഇംഗ്ലീഷിലുണ്ട്, അല്ല ഹൂവിനുണ്ട്. ആയ മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് വന്നതായ, പോയതായ, അങ്ങനെ അതിൻ്റെ അകത്ത് നമ്മളൊരു ആയ വരൂലേ. യെസ്, ആ ആയ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഹൂ ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് പറയാം സൗമ്യ, ഇതാണ് ആ മനുഷ്യൻ. ദിസ് ഈസ് ദ മാൻ, ഇതാണ് ആ മനുഷ്യൻ. വന്നു അല്ലെ, വന്നു കഴിഞ്ഞില്ല, അപ്പൊ കെയും. വന്നതായ, ഹൂ കെയും. വന്നതായ, ഹൂ കെയും. ഹൂവിന്റെ അവിടുത്തെ മാരുന്നല്ല ആയ. ഹൂ കെയും ഹിയർ യെസ്റ്റർഡേ. ദിസ് ഈസ് ദ മാൻ ഹൂ കെയും ഹിയർ യെസ്റ്റർഡേ. ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫുൾ എ പ്ലസ്. ഇതാണ് ആ ആൺകുട്ടി. ഏത്? ഫുൾ എ പ്ലസ് കിട്ടിയതായ ആൺകുട്ടി ഇതാണ്. ഓക്കെ, അപ്പൊ ആയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹൂ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഹൂവിനെ പറയാം, അതൊരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. ദിസ് ഈസ് എ മാനെയും ഇന്നലെ വന്നതും തമ്മിൽ യോജിപ്പിക്കല്ലേ. ഓക്കെ 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 യെസ്, നോ പ്രോബ്ലം സുജിത. യെസ്, അപ്പൊ യോജിപ്പിക്കുകയല്ലേ. അപ്പൊ യോജിപ്പിക്കുമ്പോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിലേഷൻ, രണ്ടിനെ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹൂ. ഹൂ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. യെസ്, ഇനി അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഞാൻ ആരെയും വിളിക്കാത്തത്, നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ വന്നില്ല. അപ്പൊ എനിക്കൊന്ന് അണക്കേട് പോലെ. ഷാമി, ഷാമി. യെസ്, വെരി ഗുഡ് ഷാമി. യെസ്, ഏതാണ്? വെജിറ്റേറിയൻ ഫുഡാണോ കഴിക്കാറ്, നോൺ വെജിറ്റേറിയൻ ഫുഡാണോ കഴിക്കാറ്? ബോത്ത് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഇന്നലെ ഷാമിയുടെ ഭർത്താവ് വന്നപ്പോ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു.
അത് പിറ്റേ ദിവസം കാലത്ത് പുള്ളിനോട് പറയാണ്, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. മോശം എന്നുള്ളതിന് ബാഡ്, പച്ചക്കറികൾ എന്നുള്ളതിന് വെജിറ്റബിൾസ്. ബ്രിങ് കൊണ്ടുവരിക, അതിന്റെ പാസൻസ് ആണ് ബ്രോട്ട്. എല്ലാ വാക്കും പറഞ്ഞിട്ടുണ്ട്. തന്നു, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു. Yesterday you brought some vegetables. That was very bad. അല്ലേ? yeah. ഓക്കെ. അപ്പൊ എന്ത് പറ്റിയെന്ന് സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ 2 സെന്റൻസ് ആയിപ്പോയി മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ, കുഴപ്പമില്ല. ആതിര, ഓക്കെ. ആൻസി, ആതിര, ഓക്കെ. ആതിര ഷാമി പറഞ്ഞു സംഗതി കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് 2 സെന്റൻസ് ആയിപ്പോയി. ഒറ്റ സെന്റൻസ് ആക്കി പറയാൻ പറ്റും. The vegetables you brought yesterday. പറഞ്ഞു. The vegetable you brought yesterday very bad. Okay. Adira, the vegetable you brought yesterday, vegetables plural were very bad. Okay, സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതായ, ഇന്നലെ കൊണ്ടുവന്നതായ അല്ലേ? അപ്പൊ അവിടെ ഒരു വാക്ക് എടുക്കണം, മായ എന്നുള്ളത്. ഓക്കെ രശ്മി, ഇപ്പൊ കറക്റ്റ് ആയി. ആ ആയ എന്നുള്ളതിന് സുജിത, ആയ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഹൂ എന്ന് പറയുന്ന വേടി ചേർക്കാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഹൂ ചേർക്കരുത്. ഇവിടെ നമ്മൾ ചേർക്കേണ്ടതാണ് വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ ജീവനില്ലാത്ത വസ്തുവാണ്. അവിടെ നമ്മൾ ആയ എന്നുള്ള അർത്ഥത്തിൽ വിച്ച് ചേർക്കും, വിച്ച്. അപ്പൊ വിച്ച് എന്ന് പറയുന്ന വേർഡിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഓക്കെ സുജിത, അതേതാണത്? വിച്ച് ഈസ് യുവർ കളർ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, ഏത്. പക്ഷെ ഇംഗ്ലീഷിന്റെ ചില സന്ദർഭങ്ങളിൽ ആയ എന്നുള്ള അർത്ഥത്തില് ഓക്കെ വിച്ച് കൂടി ചേർക്കണം മനീഷ. അപ്പൊ നമുക്കിത് പറയാം, ദ വെജിറ്റബിൾസ്, പച്ചക്കറികൾ. എങ്ങനെയുള്ള പച്ചക്കറികൾ? നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്നതായ, വിച്ച് യു ബ്രോട്ട് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്നതായ പച്ചക്കറി. അപ്പൊ വിച്ചിന്റെ അർത്ഥം എന്താണ്? ആയ, വെർ വെരി ബാഡ്. ജീവനുള്ള വസ്തുവാണെങ്കിൽ ആയ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ഉപയോഗിക്കും? ഹൂ ഉപയോഗിക്കും. ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? വിച്ച് ഉപയോഗിക്കും. ഓക്കെ, ആയ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, രശ്മി കേക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രശ്മിയോട് റെഡി ആയിട്ട് നിൽക്കുക. രശ്മി, ഒരു സെന്റൻസ്, രശ്മിയുടെ ഇഷ്ടമുള്ള സെന്റൻസ് രശ്മി പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു വിച്ച് എന്നുള്ള പേര് വന്നു, ആയ വിച്ച് വെച്ച് വരുന്ന. അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇതേപോലെ ആയ എന്നുള്ള അർത്ഥം, ഏതെന്നുള്ള അർത്ഥത്തിലല്ല, ആയ എന്നുള്ള ഒരു അർത്ഥത്തില് ഒരു റിലേറ്റീവ് പ്രോണൗണായിട്ട് വരുന്ന വിച്ച് വെച്ച് വരുന്ന ഒരു വാചകം പറഞ്ഞു. അതായത് രശ്മിയുടെ കൂട്ടുകാരനെ ഒരു ചുരിദാർ എടുത്തു വെച്ച് കാണിക്കുകയാണ്. ഈ ചുരിദാർ എന്റെ ഭർത്താവ് വാങ്ങി തന്നതാണ്. എന്റെ ഭർത്താവ് വാങ്ങി തന്നതായ ചുരിദാറാണിത്, അല്ലെങ്കിൽ സാരിയാണിത്, അങ്ങനെ പറയാലോ. അപ്പൊ വാങ്ങി തന്നതായ കറക്റ്റ് ആയില്ലേ? അല്ലെങ്കിൽ വേണമെങ്കിലും ഒരു ഫേഷ്യൽ ക്രീം കാണിക്കുകയാണ് രശ്മിയുടെ കൂടെ. ഞാൻ ഉപയോഗിക്കുന്നതായ ഫേഷ്യൽ ക്രീം ഇതാണ്, ഞാൻ എന്താ ഇങ്ങനെ എടുക്കല്ലേ? ആലോചിക്കും. ഓക്കെ. ഇപ്പൊ പിടികിട്ടി. ശരി. നിസാറ് പോയിക്കോ, ഞാൻ പറഞ്ഞോളാം. അതല്ലേ പറഞ്ഞത്? പറഞ്ഞോ. ഞാൻ ഉപയോഗിക്കുന്നതായെന്ന് പറയുമ്പോ എങ്ങനെ വരുമെന്ന് ആലോചിച്ചതാണ്. This is the cream which I was using. അപ്പൊ എന്ത് പറയും? ഞാൻ ഉപയോഗിക്കുന്നതായ. ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. Which I am using. Correct. Yes, ഞാൻ ഉപയോഗിക്കുന്നതായ ക്രീം ഇതാണ്. Which I am using. The laptop which I brought last year is still working great. Okay, Ashmi, very good. കഴിഞ്ഞ വർഷം വാങ്ങിയതായ ലാപ്ടോപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. The laptop which I bought last year,
കഴിഞ്ഞ വർഷം വാങ്ങിയതായ ലാപ്പ്. ഓക്കെ, യെസ്. സമീറ, the dress which I bought yesterday is too short. Okay, എനിക്കിത് കറക്റ്റ് ആണ്. സമീറ വരുമെന്ന് വിചാരിക്കാം. അമീഷ, നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ഞാൻ ചോദിക്കുന്നില്ലല്ലോ. എവിടെ? ജിസ്ന, ജിസ്ന വരും. ആരും വന്നില്ലെങ്കിലും ജിസ്ന വരും അല്ലേ? ജിസ്ന, യെസ്. ജിസ്ന അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടാവും. സാർ അമീഷേനല്ലേ വിളിച്ചല്ലോ? അത് അനീഷായാലും മതി. നമുക്ക് ലാസ്റ്റ് ഒരു ഷായ് ഉണ്ടല്ലോ, അത് മതി. അമീഷ എന്നാണ് ഞാൻ പറഞ്ഞത്. അനീഷ പോലും. അനീഷ, ഓക്കെ. അപ്പൊ അനീഷ ഒരു വാചകം, ഇഷ്ടമുള്ള വാചകം. അതിന്റെ അതൊരു ഹൂ അല്ല, നടുക്ക് എവിടെയെങ്കിലും ഹൂ അല്ല. ആദ്യം വല്ല നടുക്കുക, എന്നാലാണ് ആയ എന്നുള്ള അർത്ഥത്തിൽ കിട്ടുള്ളൂ. യെസ്, പറഞ്ഞില്ലേ? This is the man who came yesterday. This is the boy who got the full A+. Yes. This is the girl who Okay, correct. This is the girl. ഇതാണ് പെൺകുട്ടി. Who acted in serial. സീരിയൽ അഭിനയിച്ച പെൺകുട്ടിയില്ലേ, അത് ഇതാണ്. Which acted in serial. അല്ലെങ്കിൽ who got gold medal. ഗോൾഡ് മെഡൽ കിട്ടിയതായ പെൺകുട്ടിയില്ലേ, അത് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഹൂ ഉണ്ട്, വിച്ച് ഉണ്ട്, ഹും ഉണ്ട്, ഹൂസ് ഉണ്ട്, ദാറ്റ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ നിങ്ങളൊന്ന് സൈഡിലൊരു ഹെഡിങ് എഴുതിക്കോ, റിലേറ്റീവ് പ്രോനൗൺസ്. യെസ്, ആ റിലേറ്റീവ് പ്രോനൗൺ ഹെഡിങ് എഴുതി കഴിഞ്ഞതിന് ശേഷം അടിയിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചു. ഹൂ, കോമ, ഹൂസ്, WHOSE, whose, comma, whom, 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 comma, which, comma, that, comma. Yes. അപ്പോ അസൂറ നൗഷാദ്, അയ്യോ ഞെട്ടിയിരിക്കുകയല്ല അസൂറ. Yes. Okay. Okay, Anisha. Yes. Ansi. Okay, Lahan. Yes, sir. Yes, okay. sir. Okay. ഞാൻ നിങ്ങളൊക്കെ ധൈര്യത്തെ ആ yes sir എന്ന് പറഞ്ഞ പിന്നെ ധൈര്യം ഉണ്ടല്ലോ. ഞാൻ വെറുതെ പേരല്ലേ വിളിക്കുന്നുള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ റെഡി. ഒരു ബാക്കിയുള്ളവർ ചിലപ്പോൾ പേടിച്ചത് എന്ത് കുടിശ്ശായിരിക്കും ഇനി എന്റെ നേരെ വരാൻ പോണത്, പറയാൻ പറ്റിയത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലേ? ശരി, യെസ്. അത് ഇതൊരു വളരെ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കേണ്ടത് വളരെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കും, നമുക്കറിയാവുന്ന വിഷയമല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളത് വളരെ രസകരമായിട്ട് എടുക്കും. ആൻസി, ഓക്കെ, ഹൗ ആർ യു ആൻസി? ആൻസി അല്ലേ, ലാഹൻ അല്ലേ? ലാഹൻ, ഹൗ ആർ യു? Fine, sir. Fine, sir. ഓക്കെ. ലാഹൻ, ഞാൻ ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റീവ് പ്രോനൗനായിട്ട് വരുന്നത് ഹു, ആര്, ഹൂസ്, ആരുടെ, ഹും, ആരെ, വിച്ച്, ഏത്, പിന്നെ ദാറ്റ്. ആ ദാറ്റ് ഇടയ്ക്ക് വെച്ച് വരുന്ന ഒരു സെന്റൻസ് പറയാമോ? ദാറ്റ്. This is the fruits that very sweet. Yes. This is the food that is very sweet. ഓക്കെ, നമുക്കത് കൊള്ളിക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല, വേറൊരു രീതിയിലാണ് വന്നത്. പ്രിയ, ദാറ്റ് വരുന്ന നടുക്ക് വരുന്ന ദാറ്റ്, തുടക്കം വരരുത്. ഒരു സെന്റൻസിന്റെ നടുക്ക് ദാറ്റ് വരാന്നൊരു വാചകം പറഞ്ഞേ. This is the pen that I brought here from yesterday. Yes, very good. This is the pen that I brought yesterday. That. അവിടെയും ആയ എന്നുള്ള അർത്ഥത്തിലാണ് ദാറ്റ് എന്നുള്ളത്. യു ക്യാൻ പ്ലേ വിത്ത് ദാറ്റ് ബോൾ. യെസ്, ഓക്കെ. ശരിയാണ് കേട്ടോ.
അപ്പൊ ദാറ്റ് എന്ന് പറയുമ്പോൾ അത് എന്ന അർത്ഥത്തിൽ എടുക്കരുത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു, ദാറ്റ് ഐ പാസ്ഡ് എക്സാമിനേഷൻ, ഞാൻ പരീക്ഷ ജയിച്ചു എന്ന്. അല്ല, ആ എന്ന് എന്നുള്ള അർത്ഥം വരുന്നില്ലേ, അത് ദാറ്റാണ്. അല്ല, ഐ ടോൾഡ് ഹിം, ഞാൻ പറഞ്ഞു ദാറ്റ് ഐ പാസ്ഡ് എക്സാമിനേഷൻ, ദ ഗിഫ്റ്റ് ദാറ്റ് ഷീ ഗേവ് മീ ഈസ് പ്രഷ്യസ്. ഓക്കെ ആഷ്മി, അവിടെ ആയ എന്ന് അർത്ഥം. അപ്പൊ ആയ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ദാറ്റ് വരും. പിന്നെ എന്ന് എന്നുള്ള അർത്ഥത്തിൽ എന്ത് വരും, ദാറ്റ് വരും. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗം അത് എന്നുള്ളതാണ്. അത് കൂടാതെ റിലേറ്റീവ് പ്രോനൗണിൽ ഇങ്ങനെയും അർത്ഥം വരും. അപ്പൊ ഈ ഇങ്ങനെയുള്ള അർത്ഥം ആ വേർഡുകൾക്ക് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ നമ്മൾ സെന്റൻസിൽ നമ്മൾ അർത്ഥം പറയുമ്പോഴേ വേറെ വഴിക്ക് പോകും. നമുക്കറിയാവുന്ന ഹു ആരെന്നാണ്. അപ്പൊ ആര് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല. ആയ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നമുക്കൊരു പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വരും. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. സൗമ്യ രതീഷ്. സെന്റൻസ് ആണ്, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഞാൻ പഠിച്ചത്. പല ആൾക്കാർ വന്നിട്ട് ഞാൻ പൈസ തന്നിട്ടല്ലേ നീ പഠിച്ചത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നത്. അതുകൊണ്ടൊന്നും അല്ല, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. പഠിക്കാന്നുള്ളതിന് സ്റ്റഡി, പാസ്സാവാന്നുള്ളതിന് പാസ്. I am studying. I am studying. So I passed. അല്ലേ, പറയാം. ആ ഓക്കെ സൗമ്യ, ഒന്നുകൂടി ആലോചിച്ചോ. അപ്പൊ സിയ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. നമുക്ക് പിന്നീട് ഇത് കഴിയുമ്പോൾ അഹങ്കാരത്തോടു കൂടി പറയാനുള്ളതാണ്. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. അതൊക്കെ തെറ്റിക്കോട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കത് പറയാൻ പറ്റാണ്ട് വരുമ്പോഴേ ചെറിയൊരു വാചകമല്ലേ. ഐ സ്റ്റഡീഡ് ബിക്കോസ് ഐ പാസ്ഡ് എക്സാം. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഐ സ്റ്റഡീഡ് സോ ദാറ്റ് ഐ പാസ്ഡ്. അതിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കിത് ചെറുതുണ്ട്. സോ ഐ പാസ്ഡ്. സാറ്റിസ്ഫൈ. അനീഷ ചെറിയൊരു കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. സോ ദാറ്റ് ഐ പാസ്ഡ്. ഓക്കെ, ലക്ഷ്മി ചെറിയൊരു മിസ്റ്റേക്ക്. I passed because of what studied. Yes. Okay. I passed because of what I studied. അപ്പൊ അതിനകത്ത് ബിക്കോസ് ഒക്കെ ഉപയോഗിച്ച് ആണ് സിയ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവരും കൂടി പറയാം. ഓക്കെ, ഞാൻ പഠിച്ചു, അല്ലെ, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. അപ്പൊ രണ്ട് കഴിഞ്ഞു പോയ സംഭവം അല്ലെ. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. പാസ്സായിട്ടാണല്ലോ ഒന്ന് വെല്ലുവിളിക്കുന്നത്. അപ്പൊ ഞാൻ പഠിച്ചു, ഐ സ്റ്റഡീഡ്. പഠിച്ചത് കൊണ്ട്, ആ കൊണ്ട് എന്നുള്ളതിന് സാധനം വേണം. എന്താ ആ കൊണ്ട് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വേർഡ് ആസ് ആണ്. ആസ്. അപ്പൊ ആസ് ആദ്യം പറയണം. മലയാളത്തിൽ പറയുമ്പോൾ കൊണ്ട് എന്നുള്ള ലാസ്റ്റേ വരുള്ളൂ. ഞാൻ പഠിച്ചത് കൊണ്ട്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് കൊണ്ട്. ആസ് ഐ സ്റ്റഡീഡ്, അത് കറക്റ്റ്. ഞാൻ പഠിച്ചത് കൊണ്ട് ഐ പാസ്ഡ് എക്സാമിനേഷൻ, ഞാൻ പരീക്ഷ പാസ്സായി. ബിക്കോസ് ഒക്കെ ഉപയോഗിച്ച് പറയുമ്പോൾ വേറെ അത് എഴുതാം നമുക്ക്. പക്ഷെ ഈ അർത്ഥമല്ല വന്നത്. പഠിച്ചത് കാരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പഠിച്ചത് കൊണ്ട്. ആസ് ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. അപ്പൊ ആസിന്റെ അർത്ഥം എന്താണ്? കൊണ്ട്. കൃഷ്ണപ്രിയ. Yes, sir. How are you, കൃഷ്ണപ്രിയ? I'm fine. വെരി ഗുഡ്. കൃഷ്ണപ്രിയ ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഡോക്ടറോട് തർക്കിക്കണം. തർക്കിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങി പോകുന്ന സമയത്ത് കൃഷ്ണപ്രിയ ഡോക്ടറോട് പറയും, ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ ഒരു ബന്ധു മരിച്ചു, ആ ഡോക്ടറുടെ കയ്യബദ്ധം കാരണം പറയുന്നു. നിങ്ങൾ കൃഷ്ണപ്രിയ ദേഷ്യത്തോടു കൂടി ഡോക്ടറോട് പറയുന്നു, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാകുന്നു. ഓക്കെ സുജിത, ഞാൻ പറയാം. അതെന്തെന്നൊന്നും കൂടെ പറയാമോ? ഓക്കെ, എനിക്കിത് പറയാം. അങ്ങോട്ട് ഞാൻ വരാം. ഓക്കെ സുജിത ഒന്നുകൂടി പറയാം. ഇതുകൂടി ഞാനിത് ചോദിച്ച തീർച്ചയായിട്ടെ. ഓക്കെ കൃഷ്ണപ്രിയ, ഈ സിറ്റുവേഷൻ മനസ്സിലായില്ല. ഡോക്ടറോട് ലാസ്റ്റ് പറയുന്നു, ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. ഇത് വേണ്ടി ഇറങ്ങി പോരും. മ്യൂസിക് വർക്ക് സ്റ്റെപ്പ് ഒക്കെ ചാടി ഇറങ്ങി പോരാണ്. ലാസ്റ്റ് ഡയലോഗ് ആണ് പറഞ്ഞേ, ഒരു ഡോക്ടർ. പരാജയം എന്നൊരു ഫെയിലിയർ. As a doctor
you are failure. As a doctor, you are failure. And Krishnapriya, very good. Correct. അപ്പൊ നോക്കി അവിടുത്തെ ഒരു ഡോക്ടർ എന്ന നിലക്ക് ആ എന്ന നിലക്ക് എന്നുള്ളതിന് ഉപയോഗിച്ചത് വേർഡ് ഏതാണ്? ആസ് തന്നെയാണ്. അപ്പൊ ഈ ആസ് എന്ന് പറയുന്ന വേർഡിന് നമ്മൾ നേരത്തെ കൊണ്ട് എന്ന് ഉപയോഗിച്ചു. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. അവിടെ കൊണ്ട് എന്ന അർത്ഥത്തിൽ ആസ് ഉപയോഗിച്ചു. ഇവിടെ കൃഷ്ണപ്രിയ പറഞ്ഞു എന്ന നിലക്ക് എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് തന്നെ വരുള്ളൂ? ആസ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആസ് എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരർത്ഥം മാത്രം പഠിച്ചിട്ട് അതിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് സൂട്ട് ആവില്ല. അപ്പൊ നമ്മളത് മാറ്റി നോക്കണം. ഇവിടത്തെ ഈ അർത്ഥം ആസിനെ മാറ്റിയിട്ട് വേറെ ഒന്നും കൊടുത്തു നോക്കുമ്പോൾ അപ്പൊ ചിലപ്പോൾ സൂട്ട് ആവും. അപ്പൊ എന്ന നിലക്ക് എന്നുള്ള അർത്ഥത്തില് ആസ് ഉപയോഗിക്കുന്നു, കൊണ്ട് എന്നുള്ള അർത്ഥത്തില് ആസ് ഉപയോഗിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോ ഞാൻ നേരത്തെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് പറയണം, കൊണ്ട് എന്നുള്ളത് ഒന്നുകൂടി പറയണം. യെസ്, ഞാൻ പറഞ്ഞില്ലേ ആസ് ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചത് കൊണ്ട് ഐ പാസ്ഡ്, ഞാൻ പാസ്സായി. ആസ് യു വർക്ക്ഡ്, നീ ജോലി ചെയ്തത് കൊണ്ട് യു ഗോട്ട് മണി, നിനക്ക് പണം കിട്ടി. കണ്ട, ആ കൊണ്ട് മലയാളത്തിൽ പറയുമ്പോൾ നീ ജോലി ചെയ്തത് കൊണ്ട്, ആ കൊണ്ട് എന്നുള്ളത് ഇടയ്ക്കാണ് വല്ലത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൊണ്ട് ആദ്യം പറയണം. ആസ് യു വർക്ക്ഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അജികയോ? Yes, sir. How are you, Aji? Fine. വെരി ഗുഡ്, വെരി ഗുഡ്. അജി, അടുത്തൊരു വാചകം പറഞ്ഞു. അപ്പൊ കൃഷ്ണപ്രിയ ഡോക്ടർ എന്ന് തകർത്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ഡോക്ടറോട് ലാസ്റ്റ് അവിടുത്തെ നേഴ്സ് എന്ന രീതിയിൽ അജി പറയുന്നു, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ചെയ്യുന്നതാണ് ഇഷ്ടം എന്നുള്ളതിന് ലൈക്ക്. ഓക്കെ, പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. Do you like? Yo, thank you. Ashmi, Krishna. Ask, do you like your choice? Okay, okay. നമുക്ക് വരാം. അങ്കിത, യുനൈസ്. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്തോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ തീരെ മായ വന്നപ്പോ തുണി എടുക്കാൻ പറഞ്ഞത്. സോറി, ക്വസ്റ്റ്യൻ എന്തെന്ന് പറയാമോ സർ? യെസ് യെസ് യെസ്, നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ അങ്കിതിനോട് പറഞ്ഞത് ഇതാണ്. ഇത് ഡോക്ടറോട് അജി പറഞ്ഞതാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പൊ പല പല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നമുക്ക് 2-3 രീതിയിൽ അത് പറയാം. ചെയ്യുക, ചെയ്യുക എന്ന് പറയുന്നത് ഡു. നിങ്ങളുടെ ഇഷ്ടം പോലെ, പോലെ എന്നുള്ളതിന് വേർഡ് എന്താണ്? അവിടെ ആസ് തന്നെയാണ്. ആസ് യു ലൈക്ക് അല്ലെങ്കിൽ ആസ് യു വിഷ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഹാസ് എന്ന് പറയുന്ന വേർഡിന് കൊണ്ട് എന്നൊരർത്ഥമുണ്ട്, പോലെ എന്നൊരർത്ഥമുണ്ട്, എന്ന നിലക്ക് എന്ന രീതിയിൽ അർത്ഥം. അപ്പൊ ഏതാണ് അവിടെ സൂട്ട് ആവുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ വീണ്ടും നമ്മൾ റിലേറ്റീവ് പ്രൊനൗണിലേക്ക് വരികയാണ്. ഹൂ, ഹൂസ്, ഹും, വിച്ച്, ദാറ്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള റിലേറ്റീവ് പ്രൊനൗൺ. അതിന് താഴെ ഒരു വാക്യം എഴുതി പറഞ്ഞോളൂ. പറയുമ്പോ നമുക്കത് മനസ്സിലാവും, അല്ല ഇംഗ്ലീഷിൽ പറയുമ്പോ അത് വരും, മനസ്സിലാവും. പക്ഷെ പറയുമ്പോ കിട്ടണില്ല, സംഗതി പിടികിട്ടുന്നില്ലേ? അത് തന്നെ നമ്മുടെ അവിടെ നമ്മൾ 50% വിജയിച്ചു. ഷാമി, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ നടക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടുന്നു. ആ കുറിച്ച് ഇതൊക്കെ ഒന്ന് ആലോചിക്കുക, ഇതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് നമ്മൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ മാത്രം നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ കുഴപ്പം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പറയാം, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുക. എടാ, നിനക്ക് ആസിന്റെ ഉപയോഗം അറിയാം, ഇവിടെ വന്നിരിക്കും. അത് അവന് മനസ്സിലാകാനും കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്കത് ആഴത്തിൽ പതിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി ആവും ഷാമി? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, look, the book dash I borrowed, 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 is very interesting, is very interesting. ഓക്കെ, യെസ്. ഞാൻ ഇതിന്റെ അകത്ത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ബ്രാക്കറ്റിൽ 3 റിലേറ്റീവ് പ്രോനൗൺ തന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 3 റിലേറ്റീവ് പ്രോനൗൺ പറയാമോ? പോയി പറയാം.
ആദ്യം തന്നിരിക്കുന്ന ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന റിലേറ്റീവ് ആണല്ലോ. ഹു, ഹുസ്, ഹും, വിച്ച്, ദാല് ഏത് ഉറപ്പിച്ച് പൂരിപ്പിക്കണം. യെസ്, രണ്ട് രീതിയിൽ പൂരിപ്പിക്കാം. രണ്ടെണ്ണത്തിന് സൂട്ടാവുന്നുണ്ട്. നിങ്ങൾ ഏത് രീതിയിലും വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ പറയും. ദ ബുക്ക് ഡാഷ് ഐ ബോറോഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ബോറോ ആൻസി ഓക്കെ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ 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 രശ്മി. യെസ്, ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹു, ഹൂസ്, ഹും, വിച്ച്, ദാറ്റ്. അപ്പൊ മിക്കവരും ഉപയോഗിച്ചേക്കുന്നത് ദാറ്റ് ആണ്. ദാറ്റ് ഉപയോഗിച്ച് പറയാം. അതിനോടൊപ്പം തന്നെ വിച്ച് ഉപയോഗിക്കാം. നോക്കിയേ, ഞാൻ വിച്ച് ഉപയോഗിച്ച് പറയുന്നു. ദ ബുക്ക്, ആ ബുക്ക്. വിച്ച് ഐ ബോറോഡ്, ഞാൻ കടം വാങ്ങിയതായ ബുക്ക്. കണ്ടാ, കടം വാങ്ങിയതായ ആയ എന്ന് പറയുന്നത് വിച്ച് വന്നില്ലേ. ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതെങ്ങനെയുള്ളതാണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. യെസ്. അടുത്തത് ദ മാൻ dash we met this morning. Dash we met, MET, met this morning is a pilot. ശ്രദ്ധിച്ച് ആൻസി ഒന്നുകൂടി ശ്രദ്ധിക്കുക. നോക്കിയേ, ദ മാൻ, ആ മനുഷ്യൻ, ഈ മനുഷ്യൻ. ഡാഷ് വി മെറ്റ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ കണ്ടതായ ഈ മനുഷ്യൻ, നമ്മൾ കണ്ടതായ മനുഷ്യൻ ഈസ് എ പൈലറ്റ്. അദ്ദേഹം ഒരു പൈലറ്റ് ആണ്. യെസ്. ഈ 5 റിലേറ്റീവ് പ്രോനൗൺ ഏതവിടെ വരും നോക്ക്. ദ മാൻ, ഈ മനുഷ്യൻ. ആരെയാണോ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ആ മനുഷ്യൻ. ആരെ എന്ന് വരുമ്പോ എന്ത് വരും? ഹു, ആരാണ്? ആരെ, ആരെയാണോ രാവിലെ കണ്ടത് ആ മനുഷ്യൻ. ഒന്നുകൂടെ, ആരെ, ഹു, ആര്. ഹുമ്മാണ് അവിടെ വന്നത്. കറക്റ്റ്, ഹുമ്മാണ്. ഹും വി മെറ്റ് ദിസ് മോർണിംഗ് ഈസ് എ പൈലറ്റ്. ഇത് നമുക്ക് ഹൂ വെച്ച് വരുമ്പോ വേറെ മോഡലാവും. ദ മാൻ ഹൂ ഈസ് എ പൈലറ്റ്, പൈലറ്റായ മനുഷ്യൻ, അവിടെ ഹൂ വരും. മറ്റത് സെന്റൻസ് നോക്കിയേ, ദ മാൻ ഹും വി മെറ്റ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ നമ്മൾ കണ്ടതായ മനുഷ്യൻ ഈസ് എ പൈലറ്റ്. ഓക്കെ. അടുത്തത് ദ ബോയ് ഡാഷ് ഈസ് മൈ സ്റ്റുഡന്റ്, dash is my student got full A plus, full A plus. The boy dash is my student got full A plus. Okay. രമ്യ ഒന്നുകൂടി ആലോചിക്ക്. ബോയ് അല്ലേ, ജീവനില്ലേ? ജീവനുള്ളതിനെ കൂടി പൂവും ജീവനില്ലാത്തതിനെ കൂടി വിച്ചു. അത് മറക്കല്ലേ. അത് എവിടെയെങ്കിലും സൈഡിൽ മാർജിനാണ് എഴുതിയിട്ട് മറക്കാതിരിക്കാൻ. യെസ്, അത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഹൂ. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാനൊന്ന് പറയാം. ദ ബോയ്, ആ കുട്ടി. ഹൂ ഈസ് മൈ സ്റ്റുഡന്റ്, എന്റെ വിദ്യാർത്ഥിയായ കുട്ടി. ഗോട്ട് ഫുൾ എ പ്ലസ്. അല്ലെ, ഇതെനിക്ക് നിങ്ങളെ കുറിച്ച് ഭാവിയിൽ പറയാനുള്ളതാണ്. എന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള MT10 സ്റ്റുഡൻസ് ഗോട്ട് ഫുൾ മാർക്ക് ഇൻ ഇംഗ്ലീഷ്. അൻസി, അങ്ങനെ എനിക്ക് ഭാവിയിൽ പറയാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത കാര്യം തീരുമാനിക്കാൻ. ഓക്കെ. നാളെ നിങ്ങൾക്ക് മുമ്പ് പഠിച്ച ഓക്കെ നൂറ ഒക്കെ കിട്ടും, പേടിക്കണ്ട. ഡോണ്ട് വറി. നിങ്ങളോടൊപ്പം പഠിച്ച, നിങ്ങളുടെ മുന്നിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ MT4 വിദ്യാർത്ഥികളുടെ
പാസിംഗ് ഔട്ട് അല്ല, കോൺവക്കേഷൻ സെറിമണിയാണ്. യെസ്. അപ്പോ അവരെ നാളെ എല്ലാവരെയും ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നേരിൽ കാണാൻ പറ്റും. നേരിൽ കാണുന്നത് നാളെയാണ്. യെസ്. സാർ ഇവിടെ ഡാറ്റ് വെക്കാൻ പറ്റുമോ? ഡാറ്റ് വെക്കാൻ പറ്റുമോ? ഒന്നുകൂടി ക്ലിയർ ആയില്ല. ഡാറ്റ് വെക്കാൻ പറ്റുമോ ഇവിടെ? ആ. അല്ല, ദാറ്റ് അല്ല, ഹൂ ആണ്. ഹൂ. യെസ്. ദാറ്റ് എന്ന് പറയുമ്പോ അത് സൂട്ടാ. ഒന്ന് പറഞ്ഞു നോക്കി. ഈ സെന്റൻസിൽ ദാറ്റ് വരുമ്പോ ഒന്ന് പറഞ്ഞു നോക്കി തസ്ലീന. ദിസ് ഈസ് ദ ബോയ്, ദാറ്റ് ഈസ് മൈ സ്റ്റുഡന്റ്. അതൊരു കല്ലിടിക്കണില്ലേ? യെസ്. ഓക്കെ, അടുത്ത് നോക്കി. The man is an actor. ഞാൻ വേറെ മോഡലാക്കിയാണേ ചോദ്യം. The man is an actor. നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടുതരുന്നുണ്ട്. അതൊരു സെന്റൻസ്. അതിന്റെ അടിയിൽ അടുത്ത സെന്റൻസ് വരും. We met him yesterday. നോക്കി, രണ്ട് സെന്റൻസ് ആണ്. അതിന് നിങ്ങൾ റിലേറ്റീവ് പ്രോനൗൺ വെച്ച് ഒരു സെന്റൻസ് ആക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി വായിക്കാം. ദ മാൻ ഈസ് ആൻ ആക്ടർ. അദ്ദേഹം ആ മനുഷ്യൻ ഒരു ആക്ടറാണ്. വി മെറ്റ് ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ അവനെ കണ്ടു. അപ്പൊ എന്ത് വന്നു? ഇന്നലെ ഞങ്ങൾ കണ്ടതായ ആ മനുഷ്യൻ ഒരു ആക്ടറാണ്. അങ്ങനെ വന്നു. യെസ്. എഴുതി വയ്ക്കും. ഓക്കെ ആൻസി, വെരി ഗുഡ്. രശ്മി, ഇത് രണ്ട് സെന്റൻസ്, ചിലതൊക്കെ വിട്ടുകളയേണ്ടി വരും. അത് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതി കാണിച്ച്. ഓക്കെ അനീഷ. ഓക്കെ രശ്മി, കറക്റ്റ്. ഓക്കെ കൃഷ്ണപ്രിയ. ഓക്കെ യൂനിസ്. ഓക്കെ സീന ജോസ്. ഞാൻ നേരത്തെ സീനെ വിളിച്ചല്ലോ. ഓക്കെ സിയ. യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. ദ മാൻ, മനുഷ്യൻ. ഏത് മനുഷ്യൻ? ഹും വി മെറ്റ്. ആരെയാണോ ഞങ്ങൾ കണ്ടത് ആ മനുഷ്യൻ. എപ്പോ കണ്ടത്? യെസ്റ്റർഡേ, ഇന്നലെ. ഈസ് ആൻ ആക്ടർ. ദ മാൻ ഹും വി മെറ്റ് യെസ്റ്റർഡേ ഈസ് ആൻ ആക്ടർ. അദ്ദേഹം ആരാണ്? ഒരു ആക്ടറാണ്. ഈസ് ആണല്ലേ സാർ? ഈസ് ആണോ? ഓക്കെ, ഈസ്. ഇതിനകത്ത് ഈസ് കൊടുത്തിട്ടുണ്ടല്ലോ. മാൻ ഈസ് ആൻ ആക്ടർ. ഓക്കെ. അടുത്തത്. Here is the scooter. Here is the scooter. 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 Full stop. Here is the scooter. I bought it. BOUGHT. I bought it last week. Okay. That is in the same. Relative pronoun which one? Okay. Here is the scooter. Even in the scooter. I bought it last week.
ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. അപ്പൊ ഇത് വേണം, ഇവിടെ ഇരിക്കുന്ന സ്കൂട്ടർ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. ഇപ്പൊ അതിൻ്റെ അകത്ത് റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടില്ലല്ലോ സീന. റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടില്ലല്ലോ. ഓക്കെ രശ്മി, ഓക്കെ വിസ്മയ. ഓക്കെ ആൻസി, ഓക്കെ ഷാമി. ഓക്കെ അനിക്കിത. അപ്പൊ അത് ഹിയർ എന്ന് പറഞ്ഞൊരു പേര് വന്നിട്ടില്ല എനിക്കിത് ഹിയർ. അപ്പൊ തസ്ലീം അതിനകത്ത് ഹിയർ എന്ന് പറയുന്ന പേര് വന്നിട്ടില്ല, ഈസ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, ഇത് പല രീതിയിൽ എഴുതാട്ടോ, ഒരു രീതിയല്ല, പല രീതിയുണ്ട്, അതാണ് പല സ്റ്റൈലിൽ എഴുതുന്നുണ്ട് ഓരോരുത്തർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസമാണ് കാണിക്കുന്നത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ 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 അശ്മി, കുഴപ്പമില്ല. ഓക്കെ, ഹിയർ ഈസ് എ സ്കൂട്ടർ. ഇവിടെയുണ്ട് സ്കൂട്ടർ. അവിടെ നമുക്ക് വിച്ചും ഉപയോഗിക്കാം, ദാറ്റും ഉപയോഗിച്ചാലും കറക്റ്റ് ആണ്. വിച്ച് ഐ ബോട്ട്, ഞാൻ വാങ്ങിയതായ. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ അല്ലേ, അത് ആദ്യം പറഞ്ഞല്ലേ, പിന്നെ ഇറ്റ് വേണ്ട. രണ്ട് സെന്റൻസ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ വാചകത്തിൽ സ്കൂട്ടറിന് പകരം ഇറ്റ് എന്ന് പറയുന്ന പ്രോനൗൺ ഉപയോഗിച്ചത്. ആദ്യം സ്കൂട്ടർ എന്ന് പറയുകയും ഇത് ഞാൻ വാങ്ങി കഴിഞ്ഞ ആഴ്ച എന്ന് പറയും. ഇത് എന്ന് പറയുന്നത് സ്കൂട്ടർ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസിൽ ആ ഇറ്റ് അങ്ങോട്ട് കളയാം, കാരണം അത് സ്കൂട്ടർ തന്നെയാണ്. അപ്പൊ നമുക്കെന്ത് പറയാം, ഹിയർ ഈസ് എ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട്, അല്ലെങ്കിൽ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച വാങ്ങിയതായ. ഓക്കെ, യെസ്. അപ്പോ റിലേറ്റീവ് പ്രോനൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു, റിലേറ്റീവ് പ്രോനൗണിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കുക. പരീക്ഷക്ക് ഞാൻ ഇതിന്റെ ചോദ്യം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സെന്റൻസ് തരുന്നു, അതിന്റെ അടിയിൽ യൂസ് ദ അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. ആ അനുയോജ്യമായിട്ട് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചത് പൂരിപ്പിക്കുക. 3 റിലേറ്റീവ് പ്രോനൗൺസ് അതിന് താഴെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ സിയ. യെസ്, അപ്പൊ നമ്മള് ലവ് മാരേജിനെ കുറിച്ച് പറഞ്ഞു, ഐ ഹാവിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഐ ഹാവ് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ഓക്കെ, വേറൊരു കാര്യം കൂടി ചെയ്ത് 13 മിനിറ്റ് കൂടെ ഉള്ളു. ഓക്കെ, 17 മിനിറ്റ് ഉണ്ടല്ലേ. യെസ്, അത് നമുക്ക് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, ആ ചോദ്യം റെഡിയായി. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ, അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, 10 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. യെസ്, ഓക്കെ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുജിത, കറക്റ്റ് ആണ്, നല്ല വാചകമാണ്. ഞാൻ എന്നതിനെ പോലത്തെ അല്ല, എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് പറഞ്ഞത്, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നിങ്ങളോട് ഐ ഹാവ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഐ ഹാവ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു എനിക്കുണ്ട്, എന്തുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് ബ്യൂട്ടിഫുൾ ഫേസ്, ഐ ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഹാവ് എ സ്കൂട്ടർ. അങ്ങനെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ഡോണ്ട് ഹാവ് ആണ്. നമുക്കൊരു സംഗതി ഇല്ലാന്ന് വിചാരിക്കുക,
അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്, എനിക്ക് എന്തില്ല? ഒരു വലിയ വീടില്ല. ഐ ഡോണ്ട് ഹാവ് എ ലാപ്ടോപ്പ്, എനിക്ക് എന്തില്ല? ലാപ്ടോപ്പ് ഇല്ല. ഒരു ലാപ്ടോപ്പ് ഇല്ല, അവന് ഏ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു. യെസ്. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തില്ല? നീളമുള്ള മുടിയില്ല. ഐ ഡോണ്ട് ഹാവ് റൗണ്ട് ഫേസ്, എനിക്ക് വൃത്താകൃതിയിലുള്ള മുഖമില്ല. യെസ്. ഐ ഡോണ്ട് ഹാവ് നെഗറ്റീവ് മൈൻഡ്. അപ്പൊ രമ്യ പറയുന്നു എനിക്ക് എന്തില്ല? നെഗറ്റീവ് മൈൻഡ് ഇല്ല, എനിക്ക് എന്തൊക്കെ പോസിറ്റീവ് മൈൻഡ് ഉള്ളൂ. ഓക്കെ, അപ്പൊ രമ്യയിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. രമ്യക്ക് നോക്കിക്കഴിയുമ്പോൾ രമ്യക്കില്ല എന്ന് രമ്യക്ക് തോന്നുന്ന ഒരു 5 ഐറ്റംസിന്റെ പേര് പറയും. ഓരോരുത്തരും 5 ഐറ്റംസ് നോക്കി വെച്ചേ കേട്ടോ. ആൻസി, ഐ ഡോണ്ട് ഹാവ് ജെലസി ഫീലിങ്സ്. ആൻസി, എനിക്ക് അസൂയ എന്ന് പറഞ്ഞ സാധനമില്ല എന്ന് പറയുന്നത്. യെസ്. ഐ ഡോണ്ട് ഹാവ് ഡ്രൈവിംഗ് ലൈസൻസ്. സിയ പറയുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. യെസ്. അപ്പൊ നിങ്ങൾ നോക്കി, നിങ്ങൾക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഉണ്ടായില്ല. ഒരു കാർ മേടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വാങ്ങിക്കണമെന്ന്. ഇപ്പൊ ഇല്ലല്ലോ. ഐ ഡോണ്ട് ഹാവ് കാർ, എനിക്കൊരു കാർ ഇല്ല. യെസ്. ഓക്കെ, നമ്മുടെ രമ്യ ഓരോരുത്തർ 5 ഐറ്റം നോക്കി വെച്ചോട്ടോ. രമ്യ ഓക്കെ. Okay. First point തന്നെ I don't have negative mind. I don't have negative mind. Okay, സുജിത. പിന്നെ I don't have rude face. Rude face, round face. ആണോ ഉദ്ദേശിച്ചത്? Yes. Okay. അപ്പൊ I have only oval face ആണ്. Okay, very good, very good. പറഞ്ഞോളൂ. അതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, പറയാത്തത് പറയും രമ്യ. വേറെ പിടിക്കും, റൈറ്റ് പിടിക്കും. I don't have second baby. I don't have second baby. ഈ രണ്ടാമത്തെ കുട്ടിയില്ല. വെരി ഗുഡ്, അങ്ങനെ പോരട്ടെ. യെസ്. ഓക്കെ 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 ഓക്കെ. I don't have many friends. I don't have many friends. അപ്പൊ അവിടെ ഉപയോഗിക്കരുത് കേട്ടോ. I don't have many friends. അപ്പൊ I don't have many friends. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ I don't have a proper grammar. I don't know proper grammar. Use of proper grammar. Okay, okay. I don't have grammar textbook. Okay, okay, Yeah. okay. Grammar. Okay, okay, okay. Very good. Yes. പിന്നെ ഒന്നുകൂടി പറയൂ. അടുത്ത ആള് കേട്ട് നിൽക്കുകയാണ്. യെസ്. ഞാനും പറഞ്ഞു. I don't have. I don't have 2 husbands. Okay, 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 okay. Very good, very good. Okay, okay, രമ്യ. യെസ്, രമ്യ പറഞ്ഞതുപോലെ തമാശകളൊക്കെ ചേർത്ത് പറയാം. അനിക്കിത, ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോട്ടെ. സാറേ ഞാൻ എടുത്തതെന്ന് പറഞ്ഞു, ഞാൻ ഇടുകയുള്ളൂ. അപ്പൊ സുജിത പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ക്യാമ്പസ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് തന്നെ ഒരു ക്യാമ്പസ് ആണെന്ന് വിചാരിക്കുക നമുക്ക്. സുജിത ഡോണ്ട് പറയും. ഐ ഡോണ്ട് ഹാവ് എ ജോബ്. ഓക്കെ, എനിക്കിതാ കണ്ടിന്യൂ. പ്രിപ്പയർ ആയിട്ട് ജസ്റ്റ് 2 കിട്ടിയിട്ടു. I don't have a bank debt. Yes, okay. I don't have enemies. Yes, okay. And I don't have what is court. Yes. And I don't have power supply. Yes. And I don't have what rich people. I don't have rich people. Yes. Okay. Very good, very good, very good, very good. ആൻസി പറഞ്ഞോളൂ. ആൻസിയുടെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തോട്ടെ. ഇതാരും എഴുതാത്ത അടുത്ത് ഞാൻ എന്ന് പറയാത്ത. യെസ്, ആൻസി തുടങ്ങിക്കോളൂ. I don't have. വേറെ പറയട്ടെ, ഇപ്പൊ എഴുതിയതല്ലാതെ വേറെ പറഞ്ഞോളൂ. അതൊക്കെ നേരത്തെ വന്ന് ഡിലീറ്റ് ആയി പോയില്ലേ. വേറെ പോരട്ടെ. I don't have my own house. Yes, I don't have my own house. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സുജിത. ഓക്കെ, രശ്മി പറഞ്ഞോളൂ.
വിസ്മയ പറയുന്നു ഐ ഡോണ്ട് ഹാവ് മണി. എനിക്ക് വരും വിസ്മയ, ജോലിയൊക്കെ കിട്ടട്ടെ, അക്കൗണ്ടിൽ പൈസ ഇങ്ങനെ വന്നു അറിയും. ഡോണ്ട് വരി. ഓക്കെ, ഒരെണ്ണം പറഞ്ഞോളൂ. ലാൻസി, ഷാമി പറഞ്ഞോളൂ. ഷാമി പറയും. കുറെ കമന്റ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ആലോചിച്ചോളൂ. ആൻസി ആലോചിച്ചോളൂ. ഓക്കെ, ഷാമി പറഞ്ഞോളൂ. ഐ ഡോണ്ട് ഹാവ് ജ്വല്ലറി. I don't have ornaments. Okay, very good, very good. Pinne, I don't have very costly sarees. I don't have any costly saree. Vile pidicha saree ila nikilla. Very good, very good. Okay. Hello sir. Vaakkellam undu alle. Okay, 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 okay. Very good, very good, very good. Yes, I don't have a diamond ring. I don't have pet. Okay, okay, correct ana, correct ana. Yes, Adira. I don't have beautiful eyes. Oh, വിസ്മയ പറയുന്നു മനോഹരമായ കണ്ണുകളിലാണ്. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് പഴഞ്ചൊല്ലുണ്ട്, ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ അതൊക്കെ ഉണ്ടാവും സൗമ്യ. യെസ്, യു വിൽ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ്. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ട്വിൻ ബേബീസ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെ ഐ ഡോണ്ട് ഹാവ് ബ്യൂട്ടിഫുൾ ഐസ് ഞാൻ പറഞ്ഞ ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഞാനിപ്പോ വളരെ സുന്ദരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ഷാമി എന്ന് പറയും, സാറെ ഇവിടെ കൊണ്ടാടിയെന്നോ, ഇതാണ് സുന്ദരി, ഇതൊന്നുമല്ല എന്ന് പറയും. അങ്ങനെ പറയില്ലേ? അപ്പോ എനിക്ക് സൗന്ദര്യമുണ്ട് എന്ന് തോന്നുന്ന സംഗതിക്ക് ഷാമിക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നണമെന്നില്ല. ഐ ഡോണ്ട് ഹാവ് ഫ്ലൂവൻസി ഇൻ ഇംഗ്ലീഷ്. വെരി ഗുഡ്. യെസ്, അപ്പോ ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ചിലപ്പോൾ കാണുന്നതേ, ഞാനൊരു ഇത് പറയാം, പണ്ട് ഇപ്പോഴും നടന്ന സംഭവം 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൂട്ടുകാരൻ്റെ ഒപ്പം ഒരു പെണ്ണ് കാണാൻ പോയി ചടങ്ങിന് പോയിരിക്കും. അപ്പൊ പെൺകുട്ടി ഇപ്പോഴൊന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ കൂട്ടുകാരൻ പട്ടാളക്കാരനായിരുന്നു. ഇപ്പൊ ലീവിന് വന്നു കഴിഞ്ഞപ്പോ പുള്ളിയുടെ അച്ഛനെ ഏൽപ്പിച്ചേക്കാണ്, പോയി എല്ലായിടത്തും കണ്ട് ഈ പ്രാവശ്യത്തേക്ക് റെഡിയാക്കണമെന്നാണ്. അപ്പൊ പോയതാണ്. പോയി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിയെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ അഭിപ്രായം, എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി എന്താണ് പറയുന്നത്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നിങ്ങളുടെ ഭർത്താവിനെ സംബന്ധിച്ച് ഏറ്റവും അധികം സൗന്ദര്യമുള്ളത് നിങ്ങൾക്കാണ്. പക്ഷെ അത് സമ്മതിച്ചത് മാത്രമേ ഉള്ളൂ. സമ്മതിച്ചത് നിങ്ങൾ തലേ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം സൗന്ദര്യമുള്ള ഒരാള് അത് നിങ്ങളുടെ ഭർത്താവുമാണ്. പക്ഷെ നിങ്ങളത് പറയില്ല. എന്തിനു പറഞ്ഞ സ്വന്തം എക്സ്പീരിയൻസ് അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ കാണാൻ പണ്ട് ഭയങ്കര കറുപ്പായിട്ട്, ഐ മീൻ എന്റെ സ്കിൻ കളർ ബ്ലാക്ക്സ്. അപ്പൊ നാട്ടുകാർക്കും എന്റെ ഫാമിലിക്കാർക്കും ഒട്ടും ഇഷ്ടമല്ല എന്നാ ബ്ലാക്ക്, അവള് ബ്ലാക്ക്. ബട്ട് ഞാൻ അപ്പൊ മമ്മീന് പറഞ്ഞിട്ടുണ്ടായി, ഇത് എന്തായാലും നടക്കൂല മമ്മി, കല്യാണം അവര് തിരിച്ചു പോവുന്ന്. ഞാൻ കാണാന് വാങ്ങിയില്ല, കറുപ്പ് എന്തായാലും ആള് ഉറപ്പിക്കൂല എന്നിന് പറഞ്ഞത്. എന്റെ ഹസ്ബൻഡ് ഭയങ്കര വൈറ്റും സ്മാർട്ടും എല്ലാം ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ആള്. ഇതെന്തായാലും ഉറപ്പിക്കില്ല, ഞാൻ ഹാപ്പി ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു, കല്യാണം മുടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇത് ഫുള്ള് ഡെഡ് ഓപ്പോസിറ്റ്സ്. ആള് വന്നിട്ട് എനിക്ക് പെണ്ണ് ഇഷ്ടമായി, പെണ്ണ് കറുപ്പായിട്ട് നല്ല വാങ്ങണ്ട് പറഞ്ഞിട്ട് ആള് ഉറപ്പിച്ചിട്ട് വന്നു. 1 വീക്കില് മാരേജ് ഫിക്സ് ആയിട്ട് ഇതായിട്ട്. അപ്പൊക്കെ ഞാൻ വിചാരിച്ചു ഇത് ആൾക്കാർ കാണുന്ന മീൻസ് അവരവരുടെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ് നമുക്ക് കണ്ണിൽ കണ്ടിട്ട് ആളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവരെ കണ്ണിലൂടെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ, നമുക്ക് ജീവിച്ചു പോവാന്നേ. ഡോണ്ട് വറി, ബി ഹാപ്പി, സന്തോഷമായിട്ട് ജീവിച്ചു പോവാം. യെസ്, നമ്മൾ പറയില്ലേ, അത് നിങ്ങൾക്കത് അറിയണം എന്നുണ്ടെങ്കിൽ ആബ്സെൻസ് മേക്സ് വണ്ടർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുജിത എഴുതി പറഞ്ഞില്ലേ, ഐ ഹാവ് നോ ക്യാമ്പസ് എക്സ്പീരിയൻസ്. അത് അവിടെയാണത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണത്. പിന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ആളുകൾ നമ്മൾ വന്നു പോകും. ചിലപ്പോൾ നമുക്ക് അയാളാവാം, അല്ലെങ്കിൽ അത് പെണ്ണാവാം. നമുക്ക് ഇഷ്ടമുണ്ട്, നമുക്ക് കുറച്ച് ദിവസം ഭംഗിയെ കാണാണ്ടിരിക്കുമ്പോഴായിരിക്കും, അതുമല്ലെങ്കിൽ അവളെ നമ്മൾ കാണാതിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യണം, ഒരു മിസ്സിങ് ഫീൽ ചെയ്യണം. അതാണ് ആബ്സെൻസ് മേക്സ് ദ പേഴ്സൺ ഫോൾഡർ. കാണാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നില്ലേ, ഒരു ദിവസം നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുന്നില്ല, പിറ്റേ ദിവസം വരുന്നു എന്ന് പറയട്ടെ,
അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എല്ലാ ദിവസവും വീട്ടിൽ വരും. ഇന്ന് ഞാൻ വരുന്നില്ല കേട്ടോ, ഇന്ന് എനിക്ക് വേറെ പരിപാടിയാണ്, അപ്പൊ 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ പറയട്ടെ. യെസ്, then you can understand it. ഓക്കെ, അങ്ങനെ പറയുന്നു. റൈറ്റ്. യുനാസിസ്മെന്റ് കൂടെയുണ്ട്, CM-ന്റെ കൂടെയുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. ഓക്കെ ആൻസി, ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ. അത് സ്ഥിരം വരുന്ന ആളുകൾ, വീട്ടിൽ വൈകുന്നേരം വരുന്ന ആളുകൾ വന്നില്ലെങ്കിലാണ് ഏറ്റവും കൂടുതൽ. നേരെ മറിച്ച് ജോലി സംബന്ധമായിട്ട് അങ്ങനെയാണ്, ആഴ്ചയെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു കസ്റ്റമായിട്ട് അങ്ങോട്ട് പോകും. യെസ്, ആ ഒരാഴ്ചയായിട്ടും വന്നില്ലെങ്കിൽ അപ്പോൾ അവിടെ പ്രശ്നം വരുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. യെസ്, കൃഷ്ണപ്രിയ പറയൂ. കൃഷ്ണപ്രിയക്ക് ഇല്ലാത്ത 5 ഐറ്റംസ് പറയും. I don't have many friends. I don't have many. I don't have playground. Yes. I don't have patience. ക്ഷമയില്ല അല്ലേ? I don't have patience. ഓക്കെ 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 ഓക്കെ. കണ്ടിട്ട് ഫോട്ടോയിൽ കണ്ടിട്ട് ക്ഷമയൊക്കെ തോന്നുന്നുണ്ടോ? ഓക്കെ, കണ്ടിന്യൂ. കഴിഞ്ഞു സർ. അത്രേ ഉള്ളൂ, 3 ഉള്ളൂ. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. I don't have patience. വിസ്മയ നേരത്തെ എഴുതിയതാണ് I don't have iPhone. അതൊക്കെ വരും വിസ്മയ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, I don't have enough space in my room. Okay, Ashmi, I don't have any money. Yes, okay okay. Okay, ready ആവും Ashmi? Yes. Okay okay, അത് നല്ല രസകരമാണ്. I don't have enough space in my room. ഒന്ന് വിസ്തരിച്ചൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും മുറി വലുതല്ല. ഓക്കെ, ഇനി ആർക്കാണ് പറയാൻ താല്പര്യം? ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആർക്ക് വേണമെങ്കിലും പറയാം. സാറേ ഞാനൊന്ന് പറയാം, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് അഭിപ്രായമുള്ളവർ വരൂ. ശ്രുതി. I don't have English grammar. പറഞ്ഞോളൂ. ആതിര പറയൂ. യെസ്. I don't have English grammar sense. യെസ്, ഓക്കെ, അതൊക്കെ വരൂല്ലേ? ഡോണ്ട് വറി. ഓക്കെ, നെക്സ്റ്റ്. I don't have a angry. I don't have an angry face. Okay, very good. I don't have a job. I don't have a job. Okay, അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ്. I don't have long hair. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സർ, മുടി. I don't have long hair. I don't have long hair. നീളമുള്ള മുടിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അത് തന്നെയാണ് രമ്യയുടെയും പ്രശ്നം. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ രമ്യക്കും അതാണ്. അത് കുഴപ്പമില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫേസിൽ അത് കറക്റ്റ് ആയിരിക്കും. ഡോണ്ട് വറി. ചില ആളുകൾക്ക് ഒരു പക്ഷേ മുടി കുറവുള്ളതിന് ഭംഗിയായിരിക്കും, ഇല്ലേ? യെസ്, അപ്പൊ അത് പേടിക്കണ്ട. ഡോണ്ട് വറി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കാണ്? ആർക്ക് വേണമെങ്കിലും പറയട്ടെ. ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും പറയാം. I don't have, എനിക്കില്ല. I don't have big house. I don't have good library. ശ്രീജ പറയുന്നു I don't have long hair. Yes. ഞാനാണ് വരുന്നത്. ഞാനിങ്ങനെ ഓരോരുത്തരെ വിളിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. സൗമ്യ രതീഷ്. പറയൂ. വേണ്ട, സൗമ്യയോട് ചിരിച്ചിരിക്കുന്നത്. അപ്പൊ സൗമ്യ മനസ്സിലിപ്പോ ചിന്തിക്കുന്നത് വിളിക്കുകയാണെങ്കിൽ പറയാം, വിളിച്ചില്ലെങ്കിൽ പറയും. ഒരു മനുഷ്യ ശരീരത്തിലുള്ള ഫിസിക്കൽ കറേജ്, മോറൽ കറേജ്. അതായത് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നല്ല തണുപ്പുള്ള ദിവസം രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂമിൽ കയറി വെള്ളം നിറഞ്ഞ ബക്കറ്റിന്റെ അടിയിലും അരികത്ത് വന്നിട്ട് കുറെ നേരം ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കൂലേ? ചിലപ്പോ അത് സമയം കൂടി പോകും. അപ്പോ അകത്തുനിന്ന് വിളി വരും, നീ ഇതുവരെ കുളിക്കുന്നില്ലേ? വെള്ളം വീഴുന്ന പക്ഷേ അപ്ലൈ നമുക്ക് കുളിച്ചു കൊടുക്കുക. അത്രയും നേരം വരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഷവർ ഓൺ ആക്കണം, കപ്പിൽ വെള്ളം എടുത്ത് ഒഴിക്കണം, അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ട് വേണമെങ്കിൽ കൈക്ക കാലിന് മാത്രം ഒഴിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. ഓക്കെ ആൻസി. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതന്നെ ഒരു മനുഷ്യ ശരീരത്തിലുള്ള ഒരു കറേജിന്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സൗമ്യ രതീഷ് പറഞ്ഞു. I don't have a job. I don't have a job. വരും സൗമ്യ, ഡോണ്ട് വറി. നെക്സ്റ്റ്. I don't have a daughter. I don't have a daughter. അതും വരും, ഡോണ്ട് വറി. യെസ്. ഒരു 3 ഐറ്റം കൂടി ഇല്ലാത്ത പറഞ്ഞു. സൗമ്യ നോക്കുമ്പോ എല്ലാം ഉള്ളതാ, ഒന്നും ഇല്ലാത്തില്ല. I don't leave the class. ഓക്കെ ഓക്കെ സുജിത. ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ,
മനസ്സിൽ ഒരു പക്ഷേ സൗമ്യക്ക് ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഒരു 5 ഐറ്റംസ് നിങ്ങൾ ഇല്ലാത്ത 5 ഐറ്റംസ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ, ഓക്കെ, അതിൽ പറയുന്നു. അത് ഞാൻ വരുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പൊ നമുക്ക് പറയാത്തവർക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടും. അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന കേസ് ഞാൻ ഷാമിയെ ഏൽപ്പിക്കുന്നു. ഷാമി വരുമ്പോൾ തന്നെ പറഞ്ഞേക്കുന്നത് സാറേ നമുക്ക് ഇങ്ങനെ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിലേക്ക് കിടക്കാൻ പറഞ്ഞേക്കാം. ഓക്കെ, സൈനിങ് ഔട്ട് ആരാണ്? ഞാൻ പറയാം സർ. യെസ്, പറഞ്ഞോളൂ. Okay. Good afternoon, sir, and good afternoon, everyone. And thank you, sir, for today's class. And today class we discussed about a relative pronoun. A relative pronoun is a word that introduces a relative cause and connect it to the main cause in the sentence. And the common relative pronouns are who. It is used for a people. Whom for a people, object of the verb. Whose for a fashion. And which for a things, and the last one is the that for a people or a things. And sir also gave so many example of these common pronouns, and we all understand your class today, sir, and it is full helpful to us. And thank you, sir, for the wonderful class, and thank you all, and have a nice day, sir. Thank you. Okay. Thank you, thanks to all. Okay, we will meet in the next. Thank you, sir. Okay, welcome.